നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മണി സീരീസ് ദ റിച്ച് സ്റ്റോറീസിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് ഈ എപ്പിസോഡിൽ ഞാൻ സംസാരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ആരോഗ്യ പരിരക്ഷാ പദ്ധതികൾ അഥവാ ഹെൽത്ത് ഇൻഷുറൻസുകൾ. എന്തൊക്കെ അറിയണം, എന്തൊക്കെ ശ്രദ്ധിക്കണം. പലപ്പോഴും ഒരാരോഗ്യ ഇൻഷുറൻസ് നമ്മൾ എടുക്കുന്നത് എങ്ങനെയാണ്? നമ്മുടെ പരിചയത്തിലുള്ള ബന്ധുക്കളോ അയൽക്കാരോ ആരെങ്കിലും ഒരു ഏജന്റ് ഉണ്ടായിരിക്കും. അവർ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഹെൽത്ത് പോളിസിയുടെ ഏജന്റ് ആയിരിക്കും. അവർ പറയുന്നു വളരെ നല്ല ഹെൽത്ത് ഇൻഷുറൻസ് ആണ്, ഫാമിലി ഫ്ലോട്ടർ അല്ലെങ്കിൽ ഫാമിലി കവറേജ് കിട്ടുന്നുണ്ട്, നിങ്ങളൊരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുന്നു എന്ന് പറയുന്നു. ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കും. 5 ലക്ഷത്തിൻ്റെയോ 10 ലക്ഷം രൂപയുടെയോ ഒക്കെ വരുന്ന കവറേജ് നമ്മൾ എടുക്കുന്നു. നമ്മുടെ ധാരണ ഇതാണ്, നമുക്ക് ഒരു ആരോഗ്യ പ്രശ്നം വരുമ്പോൾ ഈ ഹെൽത്ത് ഇൻഷുറൻസ് നമ്മളെ ഹെൽപ്പ് ചെയ്യും. പക്ഷേ പലപ്പോഴും ഈ ഹെൽത്ത് ഇൻഷുറൻസ് ക്ലെയിം ചെയ്യാൻ ചെല്ലുന്ന സമയത്ത് ആണ് പല അപകടങ്ങളും ഇതിൽ പതിയിരിക്കുന്നത് നമുക്ക് മനസ്സിലാകുന്നത്. പലപ്പോഴും പ്രീമിയം അടയ്ക്കുന്നത് ആളുകൾ ഇതോടുകൂടി നിർത്തും. കാരണം അവർക്ക് ക്ലെയിമിൻ്റെ അല്ലെങ്കിൽ ആരോഗ്യ ഇൻഷുറൻസിൻ്റെ ബെനഫിറ്റ് കിട്ടുന്നില്ല. രണ്ടാമതൊരു വിഭാഗം, അവർക്ക് ഇത്തരം ഒരു കാര്യത്തെപ്പറ്റി യാതൊരു ധാരണയുമില്ല. പലപ്പോഴും അതിൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ആളുകളും സാമ്പത്തികമായി മെച്ചപ്പെട്ട ആളുകളുമുണ്ട്. ഒന്നാം വിഭാഗത്തിൽപ്പെട്ട ആളുകൾ, സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന നിത്യമായി വരുമാനമുള്ള ആളുകൾ, അവരെപ്പോഴും കൂടുതലും ആശ്രയിക്കുന്നത് സർക്കാർ ആശുപത്രികളെ ആയിരിക്കും ചികിത്സയ്ക്ക് വേണ്ടിയിട്ട്. ഏറ്റവും കുറഞ്ഞ തോതിൽ അല്ലെങ്കിൽ ഫ്രീ ആയി ചികിത്സ ലഭിക്കും. ഇവിടെ പലപ്പോഴും നമുക്ക് സംഭവിക്കുന്നത് ക്വാളിറ്റി ഓഫ് കെയർ എന്ന് പറയുന്ന ഒരു കാര്യം ചില സാഹചര്യങ്ങളിലെങ്കിലും കോംപ്രമൈസ് ചെയ്യപ്പെടാറുണ്ട്. സംസ്ഥാന കേന്ദ്ര സർക്കാരുകൾ പല ഘടകങ്ങളുടെ അടിസ്ഥാനമാക്കി നമുക്ക് ആരോഗ്യ ഇൻഷുറൻസുകൾ നൽകുന്നുണ്ടെങ്കിലും അത് പലപ്പോഴും എത്തുന്നില്ല, അല്ലെങ്കിൽ എല്ലാവർക്കും ആക്സസിബിലിറ്റി ഇല്ല. സോ ഏറ്റവും പാവപ്പെട്ട ആളുകൾക്ക് മാത്രമേ ഉള്ളൂ, തീരെ വരുമാനം ഇല്ലാത്ത ആളുകൾക്ക് മാത്രമേ ഉള്ളൂ സ്വന്തമായി വളരെ കുറഞ്ഞ ചെലവിൽ ചികിത്സ കിട്ടുന്ന ഈ ഒരു രീതിയെ ആശ്രയിക്കാൻ സാധിക്കുകയുള്ളൂ. നിങ്ങൾ കുറച്ചുകൂടി മെച്ചപ്പെട്ട ഒരു സാമ്പത്തിക സാഹചര്യത്തിലാണ് ജീവിക്കുന്നതെങ്കിൽ പലപ്പോഴും നിങ്ങൾക്ക് തരക്കേടില്ലാത്ത ഒരു സാമ്പത്തിക സ്രോതസ്സുണ്ടായിരിക്കും, നിക്ഷേപമുണ്ടായിരിക്കും. ഇതിനെ മുഴുവൻ പൊടുന്നനെ നശിപ്പിക്കുന്ന രീതിയിലായിരിക്കും ഒരാരോഗ്യ പ്രശ്നം കുടുംബത്തിൽ ഉണ്ടാകുന്നത്. ആദ്യം നമ്മൾ എന്ത് വിചാരിക്കും? ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഹോസ്പിറ്റലിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് കിട്ടണം. നമ്മൾ ഏറ്റവും നല്ല ആശുപത്രിയിൽ കൊണ്ടുപോകുന്നു, ചികിത്സ തുടങ്ങുന്നു. ഒരാഴ്ച നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫാമിലി മെമ്പർ അഡ്മിറ്റ് ആയാൽ തീരാനുള്ള സമ്പാദ്യമേ നമുക്കുണ്ടാവുകയുള്ളൂ. 5-6 ലക്ഷം രൂപ നിന്ന നിപ്പിലായിരിക്കും തീരുന്നത്. പിന്നീട് അങ്ങോട്ടുള്ള ചികിത്സയ്ക്ക് നിങ്ങൾക്ക് പണയം വെക്കേണ്ടി വരും, കടം മേടിക്കേണ്ടി വരും. ആ ഒരു ചികിത്സ കഴിയുന്ന സമയത്തേക്ക് നിങ്ങൾ വലിയ കടബാധ്യതയുള്ളയാളായി മാറിയിട്ടുണ്ടാവും. തുടർ ചികിത്സ വേണ്ടുന്ന പലതരം അസുഖങ്ങൾ, കിഡ്നി ഡിസീസുകൾ, ക്യാൻസറുകൾ, മറ്റു പല ഓർത്തോപീഡിക് അല്ലെങ്കിൽ മറ്റു പല സർജറികൾ. കൂട്ടത്തിൽ തന്നെ ഏർണിംഗ് മെമ്പറിനാണ് ഇത് അഫക്റ്റഡ് ആകുന്നെങ്കിലോ. അപ്പോൾ ഇത്തരം വലിയ ഒരു പ്രശ്നം ഇതിൽ ഒളിഞ്ഞു കിടപ്പുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ആരോഗ്യ ഇൻഷുറൻസ് എടുക്കുമ്പോൾ വളരെയധികം കാര്യങ്ങൾ ശ്രദ്ധിക്കണം. എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് ചോദിച്ച് മനസ്സിലാക്കേണ്ടത്? നിങ്ങൾക്ക് തൃപ്തികരമായ ഒരു ഉത്തരം നൽകാൻ ഏജന്റിന് സാധിക്കുന്നില്ലെങ്കിൽ എത്ര പ്രിയപ്പെട്ടവരാണെങ്കിലും ആ പോളിസി എടുക്കാതിരിക്കുക. ഒന്നാമതായി സാധാരണ ആളുകൾ ചിന്തിക്കാൻ സാധ്യതയുള്ള ഒരു കാര്യം, ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി ഉണ്ട്, അത് എന്നെയും എൻ്റെ കുടുംബത്തിലുള്ള എൻ്റെ ഭാര്യ, മക്കൾ, അച്ഛനും അമ്മയും ഈ അടങ്ങുന്ന മെമ്പേഴ്സിനെയൊക്കെ കവർ ചെയ്യുന്നതാണ്. അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് മറ്റൊരു ഹെൽത്ത് ഇൻഷുറൻസ് കവറേജിൻ്റെ ആവശ്യം ഉണ്ടോ? നമുക്കറിയാം, ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുന്ന സമയത്ത് അതിനെപ്പോഴും ഒരു വെയിറ്റിംഗ് പീരീഡ് ഉണ്ടായിരിക്കും, ഒരു നിശ്ചിത കാലയളവ് വരെ. പ്രീ എക്സിസ്റ്റിംഗ് ഇൽനസ് അഥവാ മുമ്പേ ആരോഗ്യ ഇൻഷുറൻസ് എടുക്കുന്ന സമയത്ത് തന്നെ രോഗിക്ക് ഉള്ള അസുഖങ്ങൾ, ഉദാഹരണത്തിന് ഡയബറ്റീസ്, ഹൈ BP അഥവാ ഹൈപ്പർ ടെൻഷൻ, ഹൈ കൊളസ്ട്രോൾ ലെവൽ, കാർഡിയാക് ഡിസീസ്, റീനൽ ഡിസീസ്, ഇങ്ങനെ പോളിസി എടുക്കുന്ന സമയത്ത് ആ പോളിസിയുടെ ഇൻഷുററായ ആളുകൾക്ക് അസുഖമുണ്ടെങ്കിൽ അതിന് ഒരു വെയിറ്റിംഗ് പീരീഡ് ഉണ്ടായിരിക്കും. 3 വർഷം, 4 വർഷം, ചിലപ്പോൾ 2 വർഷം. അത് ഓരോ ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനിക്കും വ്യത്യസ്തമായിരിക്കും.
അപ്പോൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം പ്രീ എക്സിസ്റ്റിംഗ് ഇൽനെസ്സിൻ്റെ വെയിറ്റിംഗ് പീരീഡ്. ഇനി ഞാനൊരു കോർപ്പറേറ്റ് സ്ഥാപനം, ഏതെങ്കിലും ഒരു പ്രൈവറ്റ് ചെറുതോ വലുതോ ആയ ഒരു പ്രൈവറ്റ് സ്ഥാപനത്തിലാണ്, ആരോഗ്യ പരിരക്ഷ തരുന്ന ഒരു സ്ഥാപനത്തിലാണ് ജോലി ചെയ്യുന്നത് എന്ന് കരുതുക. ഞാൻ കഴിഞ്ഞ 3 വർഷമായി അവിടെ ജോലി ചെയ്യുന്നു. എനിക്ക് ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി ഉണ്ട്. അവിടുത്തെ ഒരു പെർമനൻ്റ് എംപ്ലോയി തന്നെയാണ് ഞാൻ. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രീ എക്സിസ്റ്റിംഗ് ഇൽനെസ് വെയിറ്റിംഗ് പീരീഡ് 3 വർഷമാണെന്ന് വിചാരിക്കുക. ആ 3 വർഷത്തിനിടയ്ക്ക് എൻ്റെ വീട്ടിൽ ഒരു തവണയാണ് ഒരു ഹോസ്പിറ്റൽ ആവശ്യമുണ്ടായത്. ആ സമയത്ത് എനിക്കത് ഉപകാരപ്പെട്ടു, അല്ലെങ്കിൽ ആവശ്യം വന്നിട്ടേ ഇല്ല. പ്രീ എക്സിസ്റ്റിംഗ് ഇൽനെസ് വെയിറ്റിംഗ് പീരീഡാണ് ഞാൻ പറയുന്നത്. പക്ഷേ ഒരു 3 വർഷം കഴിഞ്ഞു, 4ാമത്തെ വർഷം എനിക്ക് ആ ജോലിയിൽ നിന്ന് മറ്റൊരു ജോലിയിലേക്ക് മാറണമെന്ന് ഒരാഗ്രഹം. കമ്പനി ചേഞ്ച് ചെയ്യുന്നു, അല്ലെങ്കിൽ ഈ ഇൻഷുറൻസ് പോളിസി എടുത്തിരിക്കുന്നത് ഒരു സ്ത്രീ ആണെങ്കിൽ അവർക്കൊരു മെറ്റേണിറ്റി ലീവ് വന്നു. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് അവർ ജോലി, കുട്ടിയെ നോക്കാൻ വേണ്ടിയിട്ട് 1-2 വർഷത്തിലേക്ക് ലീവ് എടുക്കുന്നു എന്ന് വിചാരിക്കുക. അതായത് ശമ്പളം ഇല്ല. ഇല്ലെങ്കിൽ നിങ്ങൾ ആ ജോലി രാജിവെക്കുന്നു എന്ന് വിചാരിക്കുക. നിങ്ങളുടെ ജോലി പോയി എന്ന് വിചാരിക്കുക. ഈ സാഹചര്യങ്ങളിലെല്ലാം കമ്പനി നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഹെൽത്ത് ഇൻഷുറൻസ് ഇല്ലാതെയാകുന്നു. അപ്പോൾ പിന്നെന്ത് ചെയ്യും? 4ാമത്തെ വർഷം നിങ്ങളൊരു ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി എടുക്കുന്നു എന്ന് വിചാരിക്കുക. എഗെയിൻ ഈ പ്രീ എക്സിസ്റ്റിംഗ് ഇൽനെസ്സിന്, അതായത് പോളിസി എടുക്കുന്ന സമയത്ത് ഈ പോളിസിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ആളുകൾക്ക് നിലവിലുള്ള രോഗങ്ങൾക്ക് ഉള്ള വെയിറ്റിംഗ് പീരീഡ് വീണ്ടും 3 വർഷം. അപ്പോൾ ഈ 3 വർഷത്തിനിടയ്ക്ക് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ വന്നാൽ ഈ ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ ബെനഫിറ്റ് അവർക്ക് ലഭിക്കുകയില്ല. ഇതാണ് 1ാമത്തെ പോയിന്റ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സ്ഥാപനങ്ങളിൽ ഹെൽത്ത് ഇൻഷുറൻസ് ലഭിക്കുന്നുണ്ടെങ്കിലും ഒരു ചെറിയ തുകയ്ക്ക് 5-10 ലക്ഷം രൂപയ്ക്ക് നിങ്ങളുടെ സാമ്പത്തിക ശേഷി അനുസരിച്ച് മറ്റൊരു ഹെൽത്ത് ഇൻഷുറൻസ് കൂടി എടുക്കാൻ തയ്യാറാകുക. പലപ്പോഴും ഇൻഷുറൻസ് പോളിസികളിൽ പൈസ ഇൻവെസ്റ്റ് ചെയ്യാൻ നമുക്ക് വളരെ ബുദ്ധിമുട്ടാണ്. ഞാൻ ഇൻവെസ്റ്റ്മെൻറ്റ് എന്നൊരു വാക്കാണ് ഉപയോഗിച്ചത്. പലപ്പോഴും നമുക്ക് ബെനഫിറ്റ് കിട്ടുന്ന, തിരികെ കിട്ടുന്ന പൈസ ഉള്ള സാഹചര്യങ്ങളിലാണ് നമ്മൾ അതിനെ ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറയുന്നത്. നമുക്ക് ആരോഗ്യം തിരികെ കിട്ടുന്ന ഒരവസ്ഥയാണ്, അല്ലേ? നമ്മളുടെ സാമ്പത്തിക ഭദ്രത തകർക്കാത്ത ഒരു മെഷറാണ് ഹെൽത്ത് ഇൻഷുറൻസുകൾ. സോ ഇറ്റ്സ് എ കൈൻഡ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്. ആ പണം ഒരിക്കലും നഷ്ടമല്ല. ആനുവലി നിങ്ങൾ ഒരു 20,000 രൂപ അടയ്ക്കുന്നു എന്ന് വിചാരിക്കുക. കഴിഞ്ഞ 5 വർഷമായി നിങ്ങളുടെ ഫാമിലിക്ക് ആ പൈസ എടുക്കേണ്ടിയേ വന്നില്ലെങ്കിൽ അത് വളരെ നല്ലൊരു കാര്യമാണ്. ദാറ്റ് യു ആർ ലീഡിങ് എ ഹെൽത്തി ലൈഫ്. പക്ഷേ വെറുതെ എൻ്റെ 20,000 രൂപ നഷ്ടപ്പെടുന്നു എന്ന് ചിന്തിക്കുമ്പോഴാണ് അവിടെ പ്രശ്നമുണ്ടാകുന്നത്. നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കില്ല. ഒരു ആക്സിഡൻ്റ് ആവാം, എന്തെങ്കിലും ഒരു സർജറി ആയിരിക്കാം, മറ്റെന്തെങ്കിലും ഒരു ഹെൽത്ത് കണ്ടീഷൻ ആവാം, ഇല്ലേ? ഏതൊരു സാഹചര്യത്തിലും ഇത് എപ്പോൾ വേണമെങ്കിലും ഏതൊരു വ്യക്തിക്കും വരാവുന്നതാണ്. അതുകൊണ്ട് ഇൻഷുറൻസുകൾക്ക് വേണ്ടി നമ്മൾ മാറ്റിവെക്കുന്ന പണം ഒരു നഷ്ടമല്ല. ഒരു ഗവൺമെൻറ് ഒഫീഷ്യൽ ആണെങ്കിൽ അവർക്ക് ഹെൽത്ത് പോളിസിയുടെ ആവശ്യമുണ്ട്. ഗവൺമെൻറ് ഒഫീഷ്യൽസ്, ആർമി കേഡറ്റ്സുകൾ, ഇവർക്കൊക്കെ പോസ്റ്റ് റിട്ടയർമെൻറ്റിന് ശേഷവും ഹെൽത്ത് ബെനിഫിറ്റ്സുകളെല്ലാം സർക്കാരിൻ്റെ കീഴിൽ ലഭിക്കുന്നതാണ്. അങ്ങനെയുള്ള ആളുകൾക്ക് പുതിയൊരു ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ ആവശ്യം ഇല്ല. ഇനി ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് സാധാരണഗതിയിൽ ഞാൻ ശ്രദ്ധിക്കേണ്ടത്? എല്ലാവർക്കും 20, 25, 30 ലക്ഷം രൂപയുടെ ഹെൽത്ത് ഇൻഷുറൻസ് പോളിസികളൊന്നും അഫോർഡ് ചെയ്യാൻ പറ്റില്ല. ചിലർക്ക് 5 ലക്ഷം രൂപയുടെ, 10 ലക്ഷം രൂപയുടെ ഒക്കെ ആയിരിക്കും. അപ്പോൾ ഒരു ഇൻഷുറൻസ് പോളിസി നമുക്കറിയാം, നമ്മളിത് ലൈഫ് ലോങ് കണ്ടിന്യൂ ചെയ്യുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ഒരു പർട്ടിക്കുലർ പീരീഡിന് ശേഷം ഇതിൻ്റെ എമൗണ്ട്, അതായത് ഒരു പ്രായപരിധിക്ക് ശേഷം നമുക്ക് രോഗം വരാനായിട്ടുള്ള സാധ്യത ഓട്ടോമാറ്റിക്കലി കൂടുമ്പോൾ നമ്മുടെ പ്രീമിയവും കൂടി വരും. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, ഞാൻ ഒരു പോളിസി എടുത്താൽ എനിക്കത് തുടർന്നുകൊണ്ട് പോകണം, അല്ലേ? അതായത് എനിക്ക് അതിൻ്റെ പ്രീമിയം അടയ്ക്കാനുള്ള സാമ്പത്തിക ശേഷി ഉണ്ടോ എന്നാണ് ആദ്യം പരിശോധിക്കേണ്ടത്. നമ്മുടെ കൊക്കിൽ ഒതുങ്ങുന്നതേ കൊത്താവും. നമുക്ക് അടയ്ക്കാൻ, സ്ഥിരമായി അടയ്ക്കാൻ പറ്റുന്ന ഒരു പ്രീമിയം തുക മാത്രം ചൂസ് ചെയ്യുക. ഇനി മറ്റൊരു കാര്യം, നമ്മൾ താമസിക്കുന്ന ലൊക്കേഷൻ അനുസരിച്ചിട്ട് അവിടെയുള്ള ആശുപത്രിയും ആശുപത്രി ചിലവുകളും വ്യത്യാസപ്പെട്ടിരിക്കും. നമുക്കറിയാം, മുംബൈ
ഡൽഹി പോലെയുള്ള സ്ഥലങ്ങളിൽ, ബാംഗ്ലൂർ, അവിടെയൊക്കെ ചികിത്സാ ചെലവ് വളരെ കൂടുതലാണ്. എന്നാൽ നമ്മുടെ കേരളത്തിൻ്റെ ഏറ്റവും ഒരു ഗ്രാമപ്രദേശങ്ങളിലുള്ള ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റൽ ആണെങ്കിൽ പോലും, അല്ലെങ്കിൽ ഒരു ടൗണിലൊക്കെയുള്ള ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റൽ ആണെങ്കിൽ പോലും ചികിത്സ അത്രയും ഭീമമായിരിക്കില്ല. അപ്പോൾ നമ്മൾ താമസിക്കുന്ന ലൊക്കേഷൻ ഇവിടെ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. താമസിക്കുന്ന പ്രദേശത്ത് റൂം റെൻറ്റ് ഡെയിലി 5000 രൂപ ഉള്ള സ്ഥലമുണ്ട്, 2000 രൂപയുള്ള ആശുപത്രികളുണ്ട്, 10000 രൂപയുള്ള ആശുപത്രികളുണ്ട്. അതിനനുസരിച്ച് അവിടുത്തെ ചികിത്സയുടെ നിരക്കും വ്യത്യാസപ്പെട്ടിരിക്കും. അപ്പോൾ ഏത് പ്രദേശത്താണ് നമ്മൾ താമസിക്കുന്നത്, ഏത് പ്രദേശത്തു നിന്നാണ് നമ്മൾ ചികിത്സ നേടാൻ ആഗ്രഹിക്കുന്നത്, അവിടുത്തെ ഒരു ട്രീറ്റ്മെൻറ്റിൻ്റെ ആവറേജ് കോസ്റ്റ് അനുസരിച്ചായിരിക്കണം നമ്മളുടെ പോളിസി എമൗണ്ടും തിട്ടപ്പെടുത്താൻ. മൂന്നാമത്തെ പോയിന്റ്, ഒരു ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി ഞാൻ ചൂസ് ചെയ്യുമ്പോൾ ഏത് കമ്പനിയിൽ നിന്ന് ഞാൻ ഇൻഷുറൻസ് എടുക്കണമെന്നുള്ളത് വളരെയധികം പഠനങ്ങൾക്ക് ശേഷം മാത്രം തീരുമാനിക്കേണ്ട കാര്യമാണ്. നിങ്ങൾക്ക് അതിനെപ്പറ്റി ധാരണ കുറവാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ, അത് പഠിച്ചെടുക്കാനുള്ള ശേഷിയില്ല എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ, തീർച്ചയായും ഒരു ഫിനാൻഷ്യൽ അഡ്വൈസറുടെ സഹായം തേടുക. അവിടെ യാതൊരു തെറ്റുമില്ല. അല്ലെങ്കിൽ ബേസിക് ആയിട്ടുള്ള വിവരങ്ങൾ നിങ്ങൾക്കറിയാമെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങൾ ഇന്ന് നമുക്കറിയാം. ഈ സ്മാർട്ട് ഫോണിൻ്റെ യുഗത്തിൽ, ഇത്രയും ആക്റ്റീവായ സോഷ്യൽ നെറ്റ്വർക്കിംഗ് ഉള്ള സാഹചര്യത്തിൽ നമുക്ക് അറിവുകൾ പഠിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. ചെറുപ്പക്കാരായ ആളുകൾക്ക് ഒരു ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി എടുക്കുന്നതിന് മുൻപ് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കുക. അഡ്വാൻസ്ഡ് ആയിട്ടുള്ള നിങ്ങൾക്ക് അറിഞ്ഞിരിക്കേണ്ട ഓരോ വിവരങ്ങളും ഗൂഗിളിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി എടുക്കുന്നതിന് മുൻപ് അതിൻ്റെ റേറ്റിംഗ്സ് ഒക്കെ ശ്രദ്ധിക്കുക. റേറ്റിംഗ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇന്ന് പെയ്ഡ് റേറ്റിംഗ്സ് വരെയുള്ള കാലഘട്ടമാണ്. അപ്പോൾ അതിൻ്റെ ക്ലെയിം കൊടുക്കുന്നത് എത്ര ശതമാനം വരെയാണ്, കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ. പലപ്പോഴുമൊക്കെ ആളുകൾക്ക് അവരുടെ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ വളരെ വീക്കായിരിക്കും. ഇപ്പോൾ ജനങ്ങൾ ആ രോഷത്തിലൊക്കെ ഇതിൻ്റെ കമൻറ്റിലൊക്കെ ചെയ്യാറുണ്ട് അവർ നേരിട്ട പ്രശ്നങ്ങളൊക്കെ. 100% വിശ്വസിക്കാൻ സാധിക്കുകയില്ലെങ്കിലും നമുക്കൊരു ഏകദേശ ധാരണ ലഭിക്കും. നമുക്കറിയാം, നമ്മൾ ഓൺലൈനിൽ ഒരു ചെറിയ വസ്തു പർച്ചേസ് ചെയ്യുന്നതിന് മുൻപ് പോലും അതിൻ്റെ റേറ്റിങ്ങും കാര്യങ്ങളുമൊക്കെ നോക്കും, ഇല്ലേ? സോ ആ രീതിയിൽ ഒരു പ്രൈമറി റിസർച്ച് നടത്തിയതിന് ശേഷം നമുക്ക് അനുകൂലമായിട്ടുള്ള ഒരു ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി കമ്പനി ചൂസ് ചെയ്യുക. മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ എത്രത്തോളം വൈകിയാണ് ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി എടുക്കുന്നത് അത്രത്തോളം പ്രീമിയം തുക നമുക്ക് കൂടുതലായിരിക്കും. ഉദാഹരണത്തിന്, ഞാൻ എൻ്റെ പേരൻറ്റിനൊരു ഹെൽത്ത് ഇൻഷുറൻസ് 50 വയസ്സിലോ 60 വയസ്സിലോ എടുക്കുമ്പോൾ പ്രീമിയം തുക വളരെയധികം കൂടുതലായിരിക്കും. അതുപോലെ തന്നെ പലപ്പോഴും മിക്കവാറും കമ്പനികൾ ഹെൽത്ത് ഇൻഷുറൻസ് പ്രൊവൈഡ് ചെയ്യില്ല. അതിൻ്റെ കാരണം ഇതുതന്നെയാണ്. ഒരു 40 വയസ്സിന് ശേഷം സ്വാഭാവികമായും മനുഷ്യന് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാനായിട്ടുള്ള ഒരു സാധ്യത, ആ ഇൻക്രീസ്ഡ് റിസ്ക് കൺസിഡർ ചെയ്തിട്ടാണ് ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനികൾ ഇങ്ങനെ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന്, എത്രയും യങ് ഏജിൽ നിങ്ങൾക്ക് ഹെൽത്ത് ഇൻഷുറൻസ് പോളിസികൾ എടുക്കാൻ സാധിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രത്യേകിച്ച് 60 വയസ്സൊക്കെ കഴിഞ്ഞ ആളുകൾക്ക് ഹൈ പ്രീമിയം റേറ്റ് ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. പല കമ്പനികളും ഇൻഷുറൻസ് പ്രൊവൈഡ് ചെയ്യില്ല. ഏറ്റവും പ്രധാനപ്പെട്ട ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയണം കോ പേ. കോ പേ എന്ന് പറഞ്ഞാൽ ഇൻഷുറൻസ് എടുക്കുമ്പോൾ, ഫോർ എക്സാമ്പിൾ, അതിൻ്റെ എത്ര ശതമാനമാണ് ഇൻഷുറൻസ് കമ്പനി നമുക്ക് തരുന്നത് എന്നുള്ളതാണ്. ഉദാഹരണത്തിന് 10 ലക്ഷം രൂപയുടെ ഒരു പോളിസിയാണ്. അതിൽ ഒരു വ്യക്തിക്ക്, അത് ഫാമിലിയിലെ മുഴുവൻ മെമ്പേഴ്സിനും ഡിവൈഡ് ചെയ്തിട്ടുള്ള ഒരു തുകയാണ്. ഈ 10 ലക്ഷം രൂപ ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്ന എല്ലാ മെമ്പേഴ്സിനും കൂടി ഡിവൈഡഡ് ആയിട്ടുള്ള എമൗണ്ട് ആയിരിക്കും. ഫാമിലി ഫ്ലോട്ടർ എന്ന് പറയുന്നത്. ഇവിടെ ഒരു കാര്യം, ഇതിൽ എത്ര ശതമാനം തുക ഇൻഷുറൻസ് കമ്പനി ഓഫർ ചെയ്യുന്നു എന്നുള്ളതാണ്. ചിലപ്പോഴൊക്കെ 2 ലക്ഷം രൂപയാണ് ഹോസ്പിറ്റൽ ചികിത്സയിൽ ആയതെങ്കിൽ അതിൻ്റെ 80% ഒരു പക്ഷേ ഇൻഷുറൻസ് കമ്പനി നൽകുന്നത്. ബാക്കി 20% തുക ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് കൊടുക്കേണ്ടി വരും. ഇതൊന്നും പലപ്പോഴും ആളുകൾക്ക് പോളിസി എടുക്കുന്ന സമയത്ത് അറിയാൻ പാടില്ല. കാരണം ഏജൻറ്റ് പറയില്ല, നമുക്ക് പരിചയമുള്ള ആളെ വിശ്വസിച്ച് ഒരു ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി എടുക്കുന്നു. ഇത് വളരെ തെറ്റായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ 0% കോപ്പേ.
അതായത് എത്ര രൂപയാണോ ചികിത്സയ്ക്കാകുന്നത് ആ തുക മുഴുവനും ഇൻഷുറൻസ് കമ്പനി നൽകുന്ന രീതിയിലുള്ള പദ്ധതി ഏതാണോ അത് ചൂസ് ചെയ്യുക. സോ വളരെ ബേസിക് ആയിട്ടുള്ള 3-4 ടെർമിനോളജികൾ, കൺസെപ്റ്റുകൾ നമ്മൾ പഠിച്ചു. ഇനി അടുത്ത വീഡിയോയിൽ ഇതിൻ്റെ പാർട്ട് 2. ഒരുപാട് വിവരങ്ങൾ ഒരുമിച്ച് നൽകി നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. പാർട്ട് 2-ൽ പുതിയ വിവരങ്ങൾ. ഒരു ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി എടുക്കുമ്പോൾ എന്തൊക്കെയാണ് ഇൻക്ലൂഷൻസ്, എന്തൊക്കെ ആ ഹെൽത്ത് ഇൻഷുറൻസ് പോളിസിയിൽ ഉൾപ്പെടും, എന്തൊക്കെയാണ് എക്സ്ക്ലൂഷൻസ്, എന്തൊക്കെ ഉൾപ്പെടില്ല, ഏതൊക്കെ സാഹചര്യങ്ങളിൽ നമുക്ക് ഹെൽത്ത് ഇൻഷുറൻസ് കിട്ടില്ല, ഹെൽത്ത് ഇൻഷുറൻസ് ഇടയ്ക്ക് വെച്ച് ബ്രേക്ക് ആയാൽ റിന്യൂ ചെയ്യാൻ സാധിക്കുമോ, ആരാണ് തേർഡ് പാർട്ടി ഏജൻസി, എങ്ങനെയാണ് ക്ലെയിം ചെയ്യുക, ഒരു ക്ലെയിം ലഭിക്കണമെങ്കിൽ എത്ര നാൾ മുന്നേ അല്ലെങ്കിൽ എത്ര ദിവസം മുന്നേ നമ്മൾ കമ്പനിയെ ഇൻഫോം ചെയ്യണം, ചികിത്സാ തുക നമ്മൾ അടച്ചതിന് ശേഷം അത് റീഇംബേഴ്സ് ചെയ്യാനായിട്ടുള്ള സംവിധാനങ്ങൾ ഉണ്ടോ, ഇങ്ങനെ പല സംശയങ്ങൾക്കുമുള്ള മറുപടി അടുത്ത വീഡിയോയിൽ. അതുവരെ നന്ദി.